ആരാണ് ആന്റണി ഗോർഡൻ? 2001 ഫെബ്രുവരി 24 ഇംഗ്ലണ്ടിലെ ലിവർപൂളിലാണ് ആന്റണി ഗോർഡൻ ജനിക്കുന്നത്. ലിവർപൂൾ അക്കാദമിയിൽ തന്നെയായിരുന്നു ഫുട്ബോളിന്റെ ലോകത്തേക്കുള്ള തന്റെ ആദ്യ ചുവടുവെപ്പുകൾ. എന്നാൽ നിർഭാഗ്യം ആ സ്വപ്നത്തിൽ ചെറിയൊരു വിള്ളൽ വീഴ്ത്തി. ഒരു പ്രൊഫഷണൽ ഫുട്ബോളറാകാനുള്ള ക്വാളിറ്റി ഈ പയ്യനിൽ ഇല്ല എന്ന് വിലയിരുത്തി ക്ലബ്ബ് താരത്തെ ഒഴിവാക്കുകയായിരുന്നു. അന്ന് തന്റെ സമപ്രായക്കാരാക്ഷേപിച്ച് മെലിഞ്ഞതും ഉയരക്കുറവുമായിരുന്നു ആന്റണി ഗോർഡന്റെ ബോഡി ലാംഗ്വേജ്. മാത്രമല്ല, അക്കാദമിയിലെ പ്രതിഭകളുടെ കടുത്ത മത്സരവും അദ്ദേഹത്തെ വേട്ടയാടി. പിന്നീടൊരിക്കൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ലിവർപൂൾ എന്നെ ഒഴിവാക്കിയത് മാനസികമായി തളർത്തിയെങ്കിലും അതായിരുന്നു എൻ്റെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ്. അതെ, ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ ആകണമെന്നുള്ള സ്വപ്നം ഗോർഡനെ എവർട്ടണിൽ എത്തിക്കുന്നുണ്ട്. തൻ്റെ പോരായ്മകളെല്ലാം ആ 11 വയസ്സുകാരൻ അവിടെ നിന്ന് തിരുത്തിക്കുറിച്ചു. ഏറ്റവും രസകരമായ വസ്തുത എന്തെന്ന് വെച്ചാൽ, ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ ആകാനുള്ള ക്വാളിറ്റി ഇല്ലെന്നും പറഞ്ഞ് ടീമിൽ നിന്ന് ഒഴിവാക്കിയ ഗോർഡനെ തിരികെ കൊണ്ടുവരാൻ 80 മില്യൺ പൗണ്ട് വരെ എവർട്ടന് മുന്നിൽ ലിവർപൂൾ വെച്ചിട്ടുണ്ട് എന്നതായിരുന്നു. 2017 താരം എവർട്ടന് വേണ്ടി സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. അന്ന് വെറും 16 വയസ്സും 286 ദിവസവുമായിരുന്നു ഗോർഡന്റെ പ്രായം. ഇതിനിടെ പ്രസ്റ്റൺ നോർത്ത് എൻഡിന് വേണ്ടി ലോണടിസ്ഥാനത്തിൽ താരം കളിമെനഞ്ഞു. ഗോളുകൾ അടിച്ചുകൂട്ടിയില്ലെങ്കിലും ഗോർഡന്റെ വേഗതയും എതിരാളികളെ കബളിപ്പിച്ചുള്ള മുന്നേറ്റവും ആരാധകർക്ക് മറക്കാനാവാത്തതായിരുന്നു. ലോൺ കാലാവധി കഴിഞ്ഞ് തിരിച്ചെത്തിയ ഗോർഡൻ പീക്ക് ലെവലിലാണ് തിരിച്ചെത്തിയത്. 2021-22 സീസണിൽ ലംബാർഡിന് കീഴിലാണ് ഗോർഡൻ ആരാധകരുടെ പ്രിയതാരമാകുന്നത്. അന്ന് റെലഗ്രേഷൻ ഭീഷണിയിൽ ക്ലബിനെ കൈപ്പിടിച്ചുയർത്തിയത് ഗോർഡന്റെ സംഭാവനകളായിരുന്നു. ചെകുത്തന്മാരെ തളച്ചിട്ടതെല്ലാം ഗോർഡൻ മറക്കാനാവാത്ത ഓർമ്മകളാണ്. പിന്നാലെ 2023 ജനുവരിയിൽ 45 മില്യൺ പൗണ്ടിന് താരം ന്യൂകാസിൽ യുണൈറ്റഡിലേക്ക് കൂടുമാറി. ക്ലബിലെ ആദ്യ നാളുകൾ അദ്ദേഹത്തിന് മറക്കാനാവാത്തതായിരുന്നു. അതെ, ആ നാളുകൾ താരത്തിന് തീർത്തും കഠിനമായിരുന്നു. പുതിയ കോച്ച് SD ഹൗവിന്റെ പ്രസ്സിംഗ് ശൈലിയോട് പൊരുത്തപ്പെടാൻ താരത്തിന് സമയം വേണ്ടി വന്നു. പതിയെ ടീമിലെ സ്ഥിര സാന്നിധ്യമായി ഗോർഡൻ മാറി. കരിയറിലെ സുവർണ കാലഘട്ടം കഴിഞ്ഞ 2 സീസണുകളായിരുന്നു അത്. അലക്സാണ്ടർ എസ്സക്കൊപ്പം ചേർന്ന് പ്രീമിയർ ലീഗിലെ അപകടകാരികളായ സഖ്യമായി ഇരുവരും മാറി. നീണ്ട 20 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ന്യൂകാസിലിന് UEFA ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത നേടിക്കൊടുക്കുന്നതിൽ ഗോർഡൻ പ്രധാന പങ്ക് തന്നെ വഹിച്ചു. 152 മത്സരങ്ങളിൽ നിന്ന് 39 ഗോളുകളാണ് ടീമിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ സംഭാവന. ഇക്കഴിഞ്ഞ സീസണിൽ മാത്രം 17 ഗോളുകളാണ് താരത്തിന്റെ ബൂട്ടിൽ നിന്നും പിറന്നത്. 70 വർഷത്തെ കിരീടവരൾച്ച അവസാനിപ്പിച്ച് ന്യൂകാസിൽ കരബാവോ കപ്പിലേക്ക് ആനയിക്കുമ്പോൾ ഗോർഡന്റെ പേരെങ്ങും ഉയർന്നു കേട്ടു. സെമി ഫൈനലിൽ വമ്പൻ സ്രാവുകളായ ആർസണലിനെ തളച്ചിട്ടപ്പോൾ ഗോർഡൻ ഗോളുകൾ നേടി സർവ്വസാന്നിധ്യമായിരുന്നു. എന്നാൽ നിർഭാഗ്യമെന്തെന്നാൽ FA കപ്പിലെ 5ാം റൗണ്ട് മത്സരത്തിൽ സ്ട്രൈറ്റ് റെഡ് കാർഡ് കണ്ടതോടെ കളിക്കളത്തിന് പുറത്താവാനായിരുന്നു ഗോർഡന്റെ സ്ഥാനം. എല്ലാം കഴിഞ്ഞു. രാഗി മിനുക്കിയെടുത്ത കളിമികവുകളെല്ലാം ഇനി ബ്ലോഗ്രാനയുടെ കുപ്പായത്തിലാണ്. ലെഫ്റ്റ് വിങ്ങാണ് പ്രധാന പൊസിഷൻ. വേണ്ടി വന്നാൽ സെന്റർ ഫോർവേഡായും ഗോർഡൻ കളിമനയും. ലെവൻഡോസ്കി പോയതിൽ പിന്നെ ഒരു സ്ട്രൈക്കറിന് വേണ്ടിയുള്ള തിരിച്ചലിൽ ബാർസലോണ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൂലിയൻ അൽവാരസും ലൗത്തറോ മാർട്ടിനസുമെല്ലാം ലിസ്റ്റിലുണ്ട്. പക്ഷേ ഉറപ്പിക്കാൻ മാത്രം ഒന്നും നടന്നിട്ടില്ല. ഫ്ലിക്കിന് താരത്തിന്റെ പ്ലേയിങ് സ്റ്റൈൽ നല്ലതുപോലെ പിടിക്കും. കാരണം എതിരാളികളെ സമ്മർദ്ദത്തിലാക്കുക എന്നത് ഫ്ലിക്കിന്റെ ഒരു ഹോബിയാണല്ലോ. അതിന് പറ്റിയ താരമാണ് ആന്റണി ഗോർഡൻ. വേഗമേറിയ ട്രിബ്ലിംഗ് നീക്കമാണ് താരത്തിന്റെ മറ്റൊരു പ്രത്യേകത. വിടവുകളെ കൃത്യമായി മനസ്സിലാക്കി ഓടിക്കയറാനും സഹതാരത്തിലേക്ക് പന്തിനെ നീട്ടാനും ഗോർഡന് സാധിക്കും. ഇത് ബാർസയുടെ ആക്രമണ നിരക്ക് കരുത്ത് നൽകുമെന്നത് ഉറപ്പ് തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ ന്യൂകാസിലിന് വേണ്ടി 17 ഗോളുകൾ നേടി ടീമിന്റെ ടോപ്പ് സ്കോററായിരുന്നു ആന്റണി ഗോർഡൻ. എടുത്തു പറയേണ്ടത് ചാമ്പ്യൻസ് ലീഗിലെ പ്രകടനമാണ്. 12 മത്സരങ്ങളിൽ നിന്ന് 10 ഗോളുകളാണ് കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ ബൂട്ടിൽ നിന്നും എതിർവലയിലേക്ക് ഒഴുകിയെത്തിയത്. തന്റെ സ്വപ്ന ക്ലബിന് വേണ്ടി കളിമനയാൻ ആന്റണി ഗോർഡൻ എന്ന് സർവ്വസജ്ജനാണ്. ഇത് ഇന്നും ഇന്നലെയുമായിട്ടുള്ള തയ്യാറെടുപ്പല്ല. കുട്ടിക്കാലത്ത് ബാർസയ്ക്ക് വേണ്ടി കളിക്കണമെന്ന് മനസ്സിൽ മോഹം മുട്ടിട്ട നാൾ മുതൽ തന്നെ തുടങ്ങിയ തയ്യാറെടുപ്പാണ്. അതിനുവേണ്ടി തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം സ്പാനിഷ് ഭാഷ പഠിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ക്ലബിനോടുള്ള അർപ്പണബോധം ഒന്ന് നോക്കണം. കളിക്കളത്ത് ഇറങ്ങിയാൽ സർവ്വം നൽകുമെന്നതിന് ഇതിൽ പരം മറ്റെന്താണ് നിങ്ങൾക്ക് വേണ്ടത്?